കൽക്കി ആക്ച്വലി ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നൊരു മൂവിയാണ്. കാരണം മിക്കുള്ള ഈ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ 300 കോടി 600 കോടി 1000 കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞാൽ അവസാനം തിയേറ്ററിലെത്തുമ്പം മിക്കുള്ള സമയത്ത് യു ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ വളരെ കുറച്ചിട്ടാണ് ഈ സിനിമ വന്ന് കണ്ടത്. ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊടുക്കണം ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ ആ സിനിമ. ഒബ്വിയസ്ലി 3 മണിക്കൂർ 5 മിനിറ്റ് ആണെന്ന് തോന്നുന്നത്, 3 hours ഇച്ചിരി കൂടുതൽ. അപ്പോൾ അത്രയും വലിയൊരു സിനിമ എങ്ങനെ ബോറടിപ്പിക്കാതെ ഒരു ഡയറക്ടറിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. അതിൽ അയാൾ വിജയിച്ചിട്ടുണ്ട്, അതിൽ നോ ഡൗട്ട്സ് അബൌട്ട് ഇറ്റ്. സെക്കൻഡ്ലി, ഇത് 650 crores എന്നാണ് ഞാൻ കേൾക്കുന്നത് എൻ്റെ ബഡ്ജറ്റ്. തോന്നുന്നുണ്ടോ? പിന്നെ വേറെ കേൾക്കുന്നത് 250 കോടി രൂപ പ്രഭാസിന്റെ സാലറി, അപ്പം ബാക്കി വരുന്നത് 400 crores. ആ 400 കോടിക്ക് ഇത്രയും കിടിലമായി സ്പെഷ്യൽ എഫക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു നാഗശ്വൻ, ദി ഡയറക്ടർ ആൻഡ് ഓൾസോ ദ പ്രൊഡ്യൂസേഴ്സ്. സോ ആ കാര്യത്തിലും ഇത് തോന്നുന്നുണ്ട്. സ്പെഷ്യൽ എഫക്ട്സ് ആയിരുന്നാലും സൈഫൈ ആയിരുന്നാലും എൻവയറമെന്റ് ആയിരുന്നാലും എല്ലാം അതിന്റെ ആ ഒരു ഫീലും ആ ഒരു ബഡ്ജറ്റ് ശരിക്കും അതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. തേർഡ് തിങ്, ഡെഫിനറ്റ്ലി ക്രിസ്പാക്കായിരുന്നു. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ ആക്കിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഇമ്പാക്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. Am I looking forward to the next chapter? Definitely I'm looking forward to the next chapter because ഒരു യങ് ഡയറക്ടർ ഒരു ഇന്ത്യൻ മൂവി ആസ് സച്ച് കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ തന്നെ പറയാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചെയ്ത പേർക്ക്. നമുക്ക് എന്താ പറയുക, ഗ്ലിംസസ് ഓഫ് സ്റ്റാർ വാർസ്, പഴയ അർണോൾഡ് ഷ്വാർസ്നെഗറിന്റെ ടോട്ടൽ റീകോൾ എന്ന് പറഞ്ഞ മൂവീസ്, ഇതൊക്കെ മനസ്സിൽ കയറി വരും. പക്ഷെ അത് ചെയ്തതിനായിട്ടും ബെറ്റർ ആയിട്ട് പ്രൂവൻ ദാറ്റ് ഒരു ഡയറക്ടർ മെറ്റൽ വെൻ ഹി ഡസ് സൈഫൈ മൂവീസിന് എല്ലാത്തിലും വരുമ്പോൾ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇറ്റ്സ് ഒരു നമ്മൾ പുരാണങ്ങളിൽ നിന്നുള്ള സ്റ്റോറിയും ഫിക്ഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സിനിമ തീരുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഓരോ ക്ലൈമാക്സ്, ആൻറ്റി ക്ലൈമാക്സ്, പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് പോകുന്ന ഒരു മൂവി ആയതുകൊണ്ട് ഓരോ ക്യാരക്ടേഴ്സ് ആരാന്നുള്ള കാര്യം അൺഫോൾഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ് വിൽ നോട്ട് ബി റൈറ്റ് ഇൻ മൈ പാർട്ട് ടു ടെൽ ടു ദി പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് ചാനൽ ആരാണ് എന്തെന്ന്. പക്ഷെ എന്നാലും എനിക്ക് ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ, പുരാണങ്ങളും ഫിക്ഷനും കൂടെ ചേർന്നിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ പുരാണങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ചെയ്തിട്ടാണോ ഇനി അടുത്തതിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മാത്രമേ എനിക്കൊരു കൺസേൺ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ഡയറക്ടേഴ്സ് ഫ്രീഡമാണ്. ബട്ട് ഇതുവരെ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ബാഹുബലിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഒരു ഇന്ത്യൻ മേക്കർ ഹസ് കം ടു ദ ഫൊറേ ആൻഡ് ഹസ് given the audience something to say wow about. ശരിക്കും പറഞ്ഞാൽ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് സൈഫൈ മൂവീസിനെ പോലും വെല്ലുന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പാളിച്ചകൾ പറ്റിയേക്കുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി ഇച്ചിരി കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ അതുപോലെ മ്യൂസിക്, ആ ഒരു ഇങ്ങനത്തെ മൂവീസൊക്കെ വരുമ്പം മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യം, എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓബ്വിയസ്ലി ഈ ചെറിയതല്ല, ഇച്ചിരി മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓബ്വിയസ്ലി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മാറ്റിയിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാനൊരു ഹ്യൂജ് അമിതാഭ് ബച്ചൻ ഫാനാണ്. ആൻഡ് സത്യം പറയുമല്ലോ, അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ അശ്വത്ഥാമയുടെ ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ ചെയ്യുന്നത്. യെസ് നെയിൽഡ് ഇറ്റ് എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷം അമിതാഭ് ബച്ചൻ ഇത്രയും ഹാർഡ് കോർ ആക്ഷൻ ഒരു ക്യാരക്ടർ പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് കാണുന്നത്. അപ്പം ഒരു വിൻറ്റേജ് അമിതാഭ് ബച്ചൻ ആബ്സല്യൂട്ട്ലി എന്ത് പറഞ്ഞാൽ സ്ക്രീൻ പ്രസൻസ് പ്രഭാസിന് മുമ്പ് ആയിരുന്നാലും ബാക്കി എല്ലാവരും, ഇൻഫാക്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് പ്രഭാസിനെ ഒന്ന് വെല്ലുവിളി കൊടുക്കുന്നുണ്ട് അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറിൻ്റെ അകത്ത്. അമിതാഭ് ബച്ചൻ്റെ ഫുൾ കോസ്റ്റ്യൂം ആയിരുന്നാലും എവറിത്തിങ്, ഈവൻ ഈ മൂവിയുടെ കോസ്റ്റ്യൂംസ് ആയിരുന്നാലും പ്രൊഡക്ഷൻ ഡിസൈൻ ആയിരുന്നാലും എന്തായിരുന്നാലും ഓൾ ടെക്നിക്കലി ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഒരു നല്ലൊരു സൈഫൈ മൂവി. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇംബൈബ് ചെയ്ത പല സ്റ്റോറീസ് അതിനെ നല്ലപോലെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ 1.5 മണിക്കൂർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കഥ കയ്യിൽ നിന്ന് വിട്ടുപോയോ. എസ്പെഷ്യലി പ്രഭാസിൻ്റെ എൻട്രി
എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തുറന്നു പറയാം, പ്രഭാസിന്റെ എൻട്രി ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നിയർലി 15 minutes ലോങ് ആയിട്ടുള്ളത്. ഇറ്റ് വാസ് എൻ ഇംപ്രസീവ്. ഹി നീഡഡ് എ മച്ച് ബെറ്റർ ഒരു മേ ബി ഇച്ചിരി കൂടെ ടോൺ ഡൗൺ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പ്രഭാസിന്റെ എൻട്രി വാസ് ഇൻ ഇംപ്രസീവ് അറ്റ് ഓൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതാഭ് ബച്ചൻ സ്റ്റീൽസ് ദ ഷോ ഇൻ ദിസ് ചാപ്റ്റർ ആൻഡ് പീപ്പിൾ ആർ ഡെഫിനറ്റ്ലി ഇൻ ഫോർ സം സർപ്രൈസ് ടുവേർഡ്സ് ദി എൻഡ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് മൂവി പതുക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതുപോലെ ഈ 3 മണിക്കൂർ ഞാൻ ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. സോ അത് ഡയറക്ടറിന്റെ ഒരു കഴിവ് തന്നെയാണ്, അതിൽ വേറെ സംശയമില്ല. ഐ എം ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ചാപ്റ്റർ 2. പിന്നെ ഒബ്വിയസ്ലി പ്രഭാസും അമിതാഭ് ബച്ചൻ കൂടാതെ ഈ മൂവീസിൽ വേറെ വരുന്ന ആൾക്കാർ ഓരോരോ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. രാം ഗോപാൽ വർമ്മ ചെറിയൊരു 2 minutes 3 minutes, രാജമൗലി വരുന്നുണ്ട്, ശോഭന ഈവൻ ദോ ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിൽ ശോഭനയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ദീപിക പദുക്കോണെ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ദീപിക പദുക്കോണയുടെ ക്യാരക്ടർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. സോ ഷീസ് ടേക്കൻ ഫോർവേഡ് ടു ദ നെക്സ്റ്റ് തിങ്. വിജയ് ദേവരക്കൊണ്ട വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോളിൽ വരുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ഐ കാൻ ലെറ്റ് ഇറ്റ് ഔട്ട് നൗ. ഇറ്റ് വിൽ ബി ഇൻജസ്റ്റിസ് ടു ഹൂവേഴ്സ് ഗോയിങ് ടു സീ ദ മൂവി. ചെറുതാണ്, അടുത്തതിൽ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഒബ്വിയസ്ലി കമൽഹാസൻ ഇസ് ദി ഇപ്പൊ തൽക്കാലം കമൽഹാസനെ ഒരു മേജർ വില്ലനായിട്ടാണ് കാണിച്ചേക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ഹീറോ ടേൺ വില്ലനാണോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. പ്രഭാസിന്റെ ക്യാരക്ടറും ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഉള്ള ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഹീറോ ആയിട്ടല്ല കാണിച്ചേക്കുന്നത്. ഒബ്വിയസ്ലി കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ റെഫറൻസ് എഗെയിൻ ഉണ്ട്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ പുറത്ത് പറയുകയാണെങ്കിൽ ആ സിനിമയുടെ ഒരു ചാം പോകും. ആൻഡ് ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസസ് വരുന്നുണ്ട്. ഞാൻ ഈ മൂവി കണ്ടത് ഏരീസ് ഫ്ലെക്സിൽ വെച്ചാണ്. അപ്പോൾ മൈ സിൻസിയർ റിക്വസ്റ്റ് ടു ഓൾ ദോസ് പീപ്പിൾ ആർ ഗോയിങ് ടു വാച്ച് ദ മൂവി ഇസ് ദറ്റ് ഏരീസ് ഫ്ലെക്സിൽ ഈ മൂവി കാണുകയാണെങ്കിൽ കാണണം എന്ന് ഞാൻ പറയും. ഞാനിപ്പം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറയാനല്ല ഇത്, കാരണം അതിൽ ഓഡി 1 അല്ലെങ്കിൽ ഓഡി 5 കണ്ടാലേ ഈ മൂവിയുടെ കംപ്ലീറ്റ് ആ ഒരു റെസൊല്യൂഷൻ ആയിരുന്നാലും അതിൻ്റെ ആ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ ഐ തിങ്ക് യു ഓൺലി ലവ് ഇറ്റ് ഇഫ് യു സീ ഇറ്റ് ഇൻ ദീസ് 2 screens ഏരീസ് ഫ്ലെക്സ്. ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ബാഹുബലി കണ്ടപ്പോഴും ഞാനത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ബാഹുബലിയുടെ വളരെ ചെറിയ നുവാൻസും ചെറിയ കാര്യങ്ങളും ഓഡി 1 ഏരീസ് ഫ്ലെക്സിന് പിക്കപ്പ് ചെയ്യാൻ പറ്റി. ഈവൻ ഓഡി 5 പിക്കപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ വേറെ ഒരുപാട് സ്ക്രീൻസിലൊന്നും പോയി കണ്ടപ്പോൾ എനിക്കില്ലായിരുന്നു. ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു സീ ദിസ് മൂവി വൺസ് മോർ. മേ ബി ഇനി ഞാൻ PVRന്റെ ഐമാക്സിൽ പോയി കാണുന്നതായിരിക്കും. ഞാൻ കണ്ടത് തമിഴ് ഡബ്ഡ് വേർഷൻ ആയിരുന്നു. എനിക്ക് തമിഴ് ഡബ്ബിങ് എനിക്ക് അത്രയ്ക്കും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. സോ ഐ വുഡ് ലവ് ടു വാച്ച് ദി തെലുഗു അല്ലെങ്കിൽ ഹിന്ദി വേർഷൻ. അപ്പം ഞാൻ ഐദർ തെലുഗു അല്ലെങ്കിൽ ഹിന്ദി വേർഷൻ ഡെഫിനറ്റ്ലി ഐമാക്സിൽ പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ പോയി കാണും. ആൻഡ് യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദ 3D വേർഷൻ. 2D കണ്ടിട്ട് കാര്യമില്ല, ഉഗ്രൻ 3D ആയിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു മൂവിയാണ്. സോ യു ഷുഡ്. ഐ തിങ്ക് ഇനീഷ്യൽ ആൾക്കാർക്ക് ചിലപ്പം ചില മിക്സ് ബാഗ് ഓഫ് ഒപ്പീനിയൻസ് ആയിരിക്കും. ബട്ട് ഐ തിങ്ക് ഫാമിലീസ് എസ്പെഷ്യലി ചിൽഡ്രൻ ഒക്കെ വന്ന് ശരിക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇന്ത്യൻ നേരത്തെ പറഞ്ഞ പോലെ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദറ്റ് ഒരു വളരെ യങ് ഡയറക്ടർ ഹാസ് പുട്ട് ഇൻ സോ മച്ച് ഓഫ് എഫേർട്ട്. ഓരോ കാര്യത്തിലും ഓരോ ഡീറ്റെയിലിങ്ങിലും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു സിനിമ കൊള്ളായിരുന്നു, സിനിമ കൊള്ളൂലായിരുന്നു, ആവറേജ് ആണ്. പക്ഷേ ഈ സിനിമ വന്ന് കണ്ടു നോക്കണം. ബിക്കോസ് ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിനെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് ഒരു 200 rupees അല്ലെങ്കിൽ 300 rupees. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ദ വാച്ച്. ഐ തിങ്ക് ഫാമിലീസ് ചിൽഡ്രൻ ഷുഡ് definitely love this movie. I really like the movie. Definitely ഞാൻ ഒരു വർഷം കൂടെ കാണാൻ പോകുന്നുണ്ട്. വാച്ച് ഇറ്റ് ഇൻ ദ ബിഗ് സ്ക്രീൻ. ഈ സിനിമയുടെ ഡയലോഗ് അല്ലെങ്കിലും പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം പറയാൻ പറ്റും. ഓടവും മുടിയാതെ ഒളിയവും മുടിയാതെ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്.